Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിൽ WinTrader Softന്റെ സപ്പോർട്ടോടെ നമുക്ക് എങ്ങനെ കറക്റ്റ് രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്, നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനോ ഇത് ലൈവായിട്ട് എൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്, എൻ്റെ പേര് ഗംഗ. അല്ലെങ്കിൽ ഓഫീസ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വന്നും കാണാവുന്നതാണ്. നമ്മുടെ ഓഫീസ് ആലപ്പുഴ ചേർത്തല 𝐾𝐸 സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടെ കമ്പയർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. റൈറ്റ് സൈഡിൽ ഏറ്റവും മേഖല 47,276. ഇത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. ഇതിനകത്ത് ഗ്രീൻ കളറിൽ കിടക്കുന്നതാണ് ബൈ സിഗ്നൽ, റെഡ് വരുന്നതാണ് സെൽ സിഗ്നൽ. അതായത് നമ്മൾ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി അതിൻ്റെ മെയിൻ ചാർട്ടിനാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ അണ്ടർലൈൻ അസറ്റ് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കോൾ എടുക്കണോ പുട്ട് എടുക്കണോ, സ്ട്രൈക്ക് ലെവൽ വരെ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ബൈ സിഗ്നൽ വന്നു. ഇപ്പോൾ ലാസ്റ്റ് സിഗ്നൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബൈ സിഗ്നൽ വന്നു. അതായത് നമുക്ക് മനസ്സിലായി കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് ഏത് സ്ട്രൈക്കാണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അതിനാണ് ഏറ്റവും മേഖലയിൽ സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ബൈ ലെവൽ. ഇത് നമ്മൾ ഏതെടുത്താലും അതിൻ്റെ ബൈ ലെവൽ ഇതിനകത്ത് മേഖലയിൽ വരും. അതായത് ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് 47,052. ഈ ലെവൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ഷൻ വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 47,052 എന്ന് പറയുമ്പോൾ നമുക്ക് 47,000 അറ്റ് ദ മണിയോ 46,900 800 ഇൻ ദ മണിയിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിലോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇൻ ദ മണി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ ചെയിനാണ്. ഇത് നിഫ്റ്റിയുടെ ഓപ്ഷൻസ്. നമുക്ക് വേണ്ട ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ 46,900 എടുക്കാം. ഇതാണ് 46,900 കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിന് ഓപ്പൺ ചെയ്തു. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫുൾ പറഞ്ഞു തരും. ഇപ്പോൾ എന്നിട്ട് നമ്മളിതിൻ്റെ ചാർട്ടിലോട്ട് എടുക്കണം. ഇതിൻ്റെ പ്രീമിയം ചാർട്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഇനി കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന ഏതാണ്, കോളാണെങ്കിലും പുട്ടാണെങ്കിലും ബൈ സിഗ്നൽ ഇതുപോലെ ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ കാണിക്കണം. കാണിച്ച ശേഷം ഇവിടെ ഇത് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്തേച്ചാൽ മതി. ഇവിടെ കൺഫേം എന്ന് വെച്ചാൽ ബൈ സിഗ്നൽ വന്ന ശേഷം ഇവിടെ നോക്കൂ, താഴത്തെ പ്രൈസ് എന്തായിരിക്കണം, ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ നമുക്ക് ഈ ബൈ സിഗ്നലിൻ്റെ തൊട്ട് അടുത്തുള്ള നെക്സ്റ്റ്, അതായത് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മൾ എൻട്രി പോയിന്റ്, അതായത് സോഫ്റ്റ് നമുക്ക് പ്രീമിയം ചാർട്ടിൽ തന്നെ നമുക്ക് എൻട്രി കാണിച്ചു തരും, എക്സിറ്റ് ലെവലും കാണിച്ചു തരും. അതായത് ഈ ഞാനിപ്പോൾ എടുത്തത് ഇൻ ദ മണി 46,900 അതിൻ്റെ എൻട്രി ലെവലാണ് 397.65 അത് ബൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആണെന്ന് നോക്കിയാൽ മതി. ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ സപ്പോർട്ടിംഗ് സോഫ്റ്റ് ആണ്. ഇതിൽ കൂടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത് ലൈവിൽ നമുക്ക് സപ്പോർട്ടായി നിൽക്കും. നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അതിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിത് സിംഗിൾ കൺഫേം ആയിരുന്നു. ഞാനിപ്പോൾ ബൈ എടുത്താൽ 397.65 ഞാൻ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് തരുന്ന എക്സിറ്റ് ലെവൽ കാണിച്ചു തരും. അപ്പം നമുക്ക് എക്സിറ്റ് ലെവലും കൂടെ കിട്ടുമ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും, എവിടെ നമ്മൾ കട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. 437.40, 469, 501, അതായത് സോഫ്റ്റ് 3 ടാർഗറ്റ് കാണിച്ച് തന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ കയറി. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ഓപ്ഷൻ എപ്പോഴെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടും, അതുപോലെ റിസ്ക് വേണം. അപ്പം നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ് തരുന്ന എക്സിറ്റ് ലെവൽ നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ എക്സിറ്റ് ലെവലിൽ എക്സിറ്റ് ചെയ്ത് മാറുക. പിന്നെ വെയിറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് നമ്മൾ താഴെ സ്റ്റോപ്പ് ലോസ് തന്നിട്ടുണ്ട്. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഈവൻ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്കൊരു ഈസി ആയിട്ട് ഇത് ലേൺ ചെയ്യാവുന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ ക്ലാസ് കൊടുക്കുന്നതാണ്. സോഫ്റ്റ് റിഗാർഡിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അത് പഠിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.